നമസ്കാരം. പ്രപഞ്ചജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിൽ പലരും പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വാക്കാണ് മാനിഫെസ്റ്റേഷൻ. ചിലർ ഇതിനെ ഒരു മാജിക് എന്ന് വിളിക്കുന്നു, ചിലർ ഇതൊരു ശാസ്ത്രമാണെന്ന് പറയുന്നു. സത്യത്തിൽ എന്താണ് മാനിഫെസ്റ്റേഷൻ? നമ്മുടെ ആഗ്രഹങ്ങൾ ചിന്തകൾ കൊണ്ട് മാത്രം നേടിയെടുക്കാൻ കഴിയുമോ? ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ ചിന്തകളെയും വിശ്വാസങ്ങളെയും വികാരങ്ങളെയും ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം ജീവിതത്തിലേക്ക് ആകർഷിക്കുന്ന രീതിയാണിത്. ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം ഇതിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഊർജ്ജമാണ്. നമ്മുടെ ചിന്തകളും ഒരു ഊർജ്ജമാണ്. നമ്മൾ എന്തിനെക്കുറിച്ച് അധികമായി ചിന്തിക്കുന്നുവോ ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്നു. ഇതാണ് മാനിഫെസ്റ്റേഷന്റെ അടിസ്ഥാനം. പലരും വിചാരിക്കുന്നത് വെറുതെ ആഗ്രഹിച്ചാൽ മാത്രം എല്ലാം നടക്കുമെന്നാണ്. എന്നാൽ മാനിഫെസ്റ്റേഷൻ എന്നത് വെറും ആഗ്രഹമല്ല. അതിൽ 3 ഘട്ടങ്ങളുണ്ട്. 1. ചോദിക്കുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വ്യക്തമായി തീരുമാനിക്കുക. അതൊരു ജോലിയാകട്ടെ, വീടാകട്ടെ, അല്ലെങ്കിൽ സമാധാനമാകട്ടെ. 2. വിശ്വസിക്കുക. അത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. സംശയങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല. 3. സ്വീകരിക്കുക. ആ ആഗ്രഹം സഫലമായതുപോലെ പ്രവർത്തിക്കുകയും ആ സന്തോഷം അനുഭവിക്കുകയും ചെയ്യുക. ഈ അവസ്ഥയിൽ നിങ്ങൾ പ്രപഞ്ചത്തിന്റെ ഊർജ്ജവുമായി ഒത്തുപോകുന്നു. മാനിഫെസ്റ്റേഷൻ എളുപ്പമാക്കാൻ പല രീതികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് വിഷ്വലൈസേഷൻ, അഫർമേഷൻസ്, പിന്നെ വാട്ടർ മാനിഫെസ്റ്റേഷൻ തുടങ്ങിയവ. വരും വീഡിയോകളിൽ ഈ ഓരോ രീതിയെക്കുറിച്ചും നമ്മൾ വിശദമായി പഠിക്കുന്നതാണ്. ഓർക്കുക, നിങ്ങൾ എന്തിനെയാണോ വിശ്വസിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതമായി മാറും. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് ഒരു ചുവടുകൂടി അടുത്തു വയ്ക്കാൻ ഈ ചാനൽ നിങ്ങളെ സഹായിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ അറിവുകൾക്കായി പ്രപഞ്ചജാലകം സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.